സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമയുടെ ശബ്ദം കളയാനായിട്ട് ശ്രമിച്ച് അവസാനം ഐശ്വര്യയ്ക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ജ്യൂസുകൾ തമ്മിൽ പരസ്പരം മാറിപ്പോയതറിയാതെ മരുന്ന് കലർത്തിയ ആ ജ്യൂസ് ഐശ്വര്യ തന്നെ കുടിക്കുവാണ്. ആ ജ്യൂസ് കുടിച്ച് ഐശ്വര്യയുടെ ശബ്ദം പോകുവാണ് കേട്ടോ. ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഐശ്വര്യാകെ പാടുപെടുവാണ്. ഈ സമയം ഐശ്വര്യയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണ് ശ്യാമയും അമൃതയും മാലതിയൊക്കെ. അങ്ങനെ ശ്യാമ അവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഐശ്വര്യയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുവാണ്. ഈ സമയം മാലതി ഐശ്വര്യയും കൂട്ടി വേഗം തന്നെ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് കേട്ടോ. ഐശ്വര്യയുടെ കാർ അവിടെ നിന്ന് പോകുന്നത് മുറ്റത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും രാധിക. ഈ സമയം അവിടെ തൂണിൻ്റെ അവിടെ നിൽക്കുന്ന ശ്യാമ രാധികയെ കാണുവാണ്. പെട്ടെന്നായിരിക്കും താൻ പറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ ടെൻഷനോട് കൂടി നിൽക്കുന്നത്. ഈ സമയം തന്നെ അവിടെ നിൽക്കുന്ന രാധിക തിരിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുന്ന ശ്യാമയാണ് പ്രമോയിൽ കാണിക്കുന്നത്. രാധിക മിക്കവാറും പർദ്ദയില്ലാതെ ശ്യാമയെ ഇപ്പോഴൊന്നും കാണില്ലായിരിക്കും. അപ്പോഴേക്കും ശ്യാമ അവിടുന്ന് മാറുകയോ മറ്റോ ചെയ്യുമായിരിക്കും. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വരുണിൻ്റെയും പ്രിയങ്കേൻ്റെ റൂമാണ്. അവിടെ പ്രിയങ്കയാണെങ്കിൽ വരുണിനെ മയക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക വരുണിൻ്റെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെ വരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രിയങ്കയുടെ സംസാരം കേട്ടിട്ട് വരുൺ ചോദിക്കുക, കുഞ്ഞുങ്ങളോ? ഏത് കുഞ്ഞുങ്ങൾ? ആ സമയം പ്രിയങ്ക പറയണേ, ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്കും വരുണും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്നൊക്കെ നാണത്തോടു കൂടി പ്രിയങ്ക പറയുകയാണ്. അത് കേട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് വരുണും. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്